വിശ്വാസത്തെക്കുറിച്ചുള്ള യേശു കർത്താവിൻ്റെ ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് എത്ര ഭദ്രമായിട്ടാണ്, കർത്താവ് എത്ര ക്രമീകൃതമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് വിശ്വാസം പഠിപ്പിച്ചത്. അപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു കർത്താവ് വിശ്വാസത്തിൻ്റെ ഓരോ ഇൻട്രഡക്ഷനും ശിഷ്യന്മാരുടെ മുമ്പിൽ കൊടുത്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ നന്നായി പഠിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് കർത്താവ് വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം ഒരു സസ്പെൻസ് പോലെയാണ് ശിഷ്യന്മാരുടെ ഇടയിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ കാരണം, ഈ സസ്പെൻസ് ഇട്ടൊരു കാര്യം നമ്മൾ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കും. കാരണം ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതെവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫിലിം മേക്കേഴ്സും ഈ കഥകൾ ഉണ്ടാക്കുന്നവരുമൊക്കെ ഈ സസ്പെൻസ് ഇട്ട് കഥകൾ പറയുന്നത്. അപ്പോൾ ഈ സസ്പെൻസ് ഇട്ട് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ശ്രദ്ധ കൂടുതൽ കിട്ടും. അപ്പോൾ കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കൽ നോക്കിയാൽ നമുക്കറിയാം, എല്ലാം വളരെ സസ്പെൻസ് ഇട്ടാണ് കർത്താവ് പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, തൻ്റെ ശിഷ്യന്മാർ വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു നല്ല കാര്യങ്ങൾ നന്നായി അത് മനസ്സിലാക്കണമെന്നും അവരുടെ ജീവിതത്തിലും വരുന്ന തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കുവാൻ ഒരു വലിയ അടിത്തറകൾ അവരിതിലുണ്ടാക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. അതാണ് കർത്താവ് അത്രയും സസ്പെൻസോടുകൂടെ ഈ വിശ്വാസം പഠിപ്പിച്ചത്. അപ്പം ഒരു കാര്യം നന്നായി പഠിക്കണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരാളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നന്നായി പഠിപ്പിക്കണമെങ്കിൽ ആ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സസ്പെൻസ് ഇട്ട് പഠിപ്പിച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധ കൂടുതൽ കിട്ടും മനുഷ്യൻ്റെ. ഇതാണ് പഠിപ്പിക്കലിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതാണ് യേശു കർത്താവ് വലിയ ടീച്ചറാണ്. ഒരു ഗ്രേറ്റ് ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നന്നായി പഠിപ്പിച്ച ആൾ. എങ്ങനെയാണ് കർത്താവ് നന്നായി പഠിപ്പിച്ചത്? അതിലൊരു മെത്തേഡാണ് പുട്ടിങ് സസ്പെൻസ് ഓൺ ഹിസ് ടീച്ചിങ്. ഒരു സസ്പെൻസ് ഇട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ നമുക്കറിയാം ഒരു ഉദാഹരണം, ഈ സീറോഫേനിക്കയിലെ സ്ത്രീ യേശുവിനെ അനുഗമിക്കുമ്പോൾ ശിഷ്യന്മാർക്കും വളരെ സസ്പെൻസായി. കർത്താവ് ഇങ്ങനെ മിണ്ടാതെ പോവുക. ഇപ്പോൾ ശിഷ്യന്മാരെടാ ഇതെന്തൊരു കളിയാ, എത്രയോ കരുണാമയനായ കർത്താവ്, കുഷ്ഠരോഗിയെ തൊട്ട കർത്താവ്, ഭർത്തമയെ വിളിച്ച് കാഴ്ച കൊടുത്ത കർത്താവ്, മനസ്സിലെയ്യുന്ന കർത്താവ്, ഈ സ്ത്രീയോട് എന്താ ഇത്ര ദയയില്ലാതെ പെരുമാറുന്നത്? ഇതൊരു സസ്പെൻസാണ്. ഉടനെ ശിഷ്യന്മാർ അവസാനം കർത്താവിനോട് പറയാം, കർത്താവേ ആ സ്ത്രീ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് നമ്മുടെ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവളുടെ കാര്യം. ഉടനെ കർത്താവ് തിരിഞ്ഞിട്ട് പറയണം, ഞാൻ കാണാതെ പോയ ഇസ്രായേലിലെ ആടുകളുടെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇവർക്കൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സ്ത്രീ കേൾക്ക് ശിഷ്യന്മാരോട് പറയുക. വീണ്ടും അടുത്ത സസ്പെൻസായി. ശിഷ്യന്മാരുടെ ക്യൂരിയോസിറ്റി കൂടുകയാണ്. ഇതെന്താണ്? ഉടനെ സ്ത്രീ പറയുക, കർത്താവ് അതൊക്കെ എനിക്കറിയാം, അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ഞാൻ ആരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ വന്ന ആളുമല്ല. ഉടനെ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, സ്ത്രീയെ എനിക്ക് സാധ്യമല്ല നിന്നെ സൗഖ്യമാക്കുന്നത്. കാരണം ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് വന്നതാണ്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്നത് ശരിയല്ല സ്ത്രീയെ. ശിഷ്യന്മാർ അന്തം വിടുകയാണ്. ഇങ്ങനൊരു വാക്ക് യേശുവിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവരുടെ സ്വഭാവത്തിന് ഇവർ ആ സ്ത്രീയെ ഓടിക്കേണ്ടതാണ് യേശുവിൻ്റെ പുറകെ വരുന്നതിന്. പക്ഷേ യേശുവിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവർ ഓടിക്കാതിരുന്നത്. കാരണം യേശു അത്രയും കരുണാമയനും എല്ലാവരെയും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ശമര്യരെ എല്ലാവരെയും സ്നേഹിക്കുന്ന കർത്താവാണ്. പക്ഷേ ഈ സ്ത്രീയുടെ അടുത്ത് പെരുമാറുന്നത് ശിഷ്യന്മാരിങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയായി വീണ്ടും സസ്പെൻസിലേക്ക് പോവുകയാണ്. ഉടനെ അവൾ ഈ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വരുന്ന കാഴ്ചയാണ് ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാഠം പഠിപ്പിക്കുകയാണ് കർത്താവ്. ഉടനെ സ്ത്രീ പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് ഞാൻ സമ്മതിച്ചു, ഇതൊന്നും ഞാൻ നിഷേധിക്കുന്ന ആളല്ല. പക്ഷെ ഒരു കാര്യം, നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ട് ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട്. അവിടെ കൊണ്ട് സസ്പെൻസ് അവസാനിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ ഇതാണ് വിശ്വാസം, ഇതാണ് വിശ്വാസം. ഇവിടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചെന്താണ്? നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നിങ്ങളെടുത്ത് വെച്ച വിശ്വാസത്തിൻ്റെ ചുവടിൽ നിന്ന്, ചെറുതോ വലുതോ ആയിക്കോട്ടെ, പിന്തിരിപ്പിക്കുവാൻ ബാഹ്യമായോ ആന്തരികമായോ ഏതെല്ലാം പ്രേരണകളും സ്വാധീനങ്ങളും പ്രചോദനങ്ങളും ഉണ്ടായാലും ഏറ്റെടുത്ത വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിലെ മിറക്കിളുകൾ സംഭവിക്കുന്നത്, ജീവിതത്തിലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന് ഒരു വലിയ പാഠം കർത്താവോടെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിലേക്ക് ജീവിക്കാൻ ഒരാൾ ഇറങ്ങുമ്പോൾ പല പ്രതിബന്ധങ്ങളും വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, താഴ്ചകൾ വരും. പക്ഷേ ഏറ്റെടുത്ത വിശ്വാസത്തിൻ്റെ ഫലസിദ്ധി കാണുവാൻ, ഏറ്റെടുത്ത വിശ്വാസത്തിൻ്റെ പൂർണ്ണത കാണുവാൻ
ശക്തമായി മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും വിശ്വാസത്തിൻ്റെ ഫലം കാണാൻ കഴിയുമെന്ന് ഇവിടെ യേശു കർത്താവ് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ അപാരമായിരിക്കുന്ന ഈ പാഠം, ഈ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും വിശ്വാസം ഏറ്റെടുത്തവരാണ്. പല വിഷയങ്ങൾക്ക് വിശ്വാസം ഏറ്റെടുത്തവരാണ്. ബിസിനസ്സിൽ, ജോലിയിൽ, മക്കളുടെ ഭാവിയിൽ, കുടുംബത്തിൽ, രോഗസൗഖ്യത്തിൽ ഒക്കെ നമ്മൾ വിശ്വാസം ഏറ്റെടുത്തവരാണ്. ഒരാവേശത്തിൽ നമ്മൾ എടുത്ത് ചാടിയവരുമാണ്. പക്ഷേ പലരും എത്തിപ്പെട്ടില്ല. അതിന് കാരണം എന്താണ്? വിശ്വാസത്തിന് നേരെ ഇതുപോലെ വന്ന പ്രതികരണങ്ങൾ, ഇതുപോലെ വന്ന ഡിസ്കറേജ്മെൻറ്റുകൾ, ഇതുപോലെ വന്ന കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളുടെ എല്ലാം മുമ്പിൽ നമ്മൾ പെറുപിറുത്തുകൊണ്ട് നമ്മൾ പുറകോട്ട് പോകുമായിരുന്നു. ഞാൻ അത്ര ഓടി, ഞാൻ എന്തുമാത്രം അധ്വാനിച്ചു, യേശുവിൽ നിന്നെങ്കിലും ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, വലിയ കരുണാസമ്പന്നനാണെന്ന് കേട്ട് വന്നതാണ്. മനുഷ്യനോട് പെരുമാറാൻ പോലും അറിയത്തില്ല. 100 കുറ്റങ്ങൾ പറഞ്ഞ് പിന്തിരിഞ്ഞു പോകാമായിരുന്ന സ്ഥാനത്തും പിന്തിരിഞ്ഞു പോകാമായിരുന്ന വഴിയിലും അവൾ യേശുവിൻ്റെ അടുക്കൽ ഉറച്ചു നിന്നുകൊണ്ട് അവളുടെ വിശ്വാസത്തിൽ അവൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുത്തിട്ട് മടങ്ങിപ്പോകുന്നത്. പ്രതിബന്ധങ്ങളെയും നിരാശകളെയും കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളുടെയും മുൻപിൽ പതറാതെ, അസാധ്യമാണെന്ന് അത് സാധ്യമാക്കി തരേണ്ടവൻ പറയുമ്പോഴും അവിടം പോലും ജയിച്ചു കയറിയവളാണ് ഈ സ്ത്രീ. നിങ്ങൾ ഓർക്കണം, ഇതൊരു നിസ്സാര പ്രതിബന്ധമല്ല. കുറേ ലൈനുകളിൽ അത് ഒതുക്കിയെങ്കിലും ആ ഒരു മാനസിക സംഘർഷം ആലോചിക്കണം. അതായത് യേശു കർത്താവിനെ പറ്റി അവൾ കേട്ടിരിക്കുന്നത് മഹാഗുരുവും കരുണാസമ്പന്നനും എന്നൊക്കെയുള്ള കേൾവിയിലാണ് വന്നിരിക്കുന്നത്. യേശുവാണ് അവളുടെ ലാസ്റ്റ് ഹോപ്പാണ്, അവസാനത്തെ പ്രതീക്ഷയാണ് അവളുടെ. ഇവിടം കൂടെ കഴിഞ്ഞാൽ പിന്നെ അവൾക്കില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. എല്ലാവരും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവർ യേശുവിൻ്റെ അടുക്കലൊക്കെ വരുന്നത്. അപ്പം യേശു അവളോട് പറയുക, ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഞാൻ ചെയ്തു തരത്തില്ല. ദ ലാസ്റ്റ് വേർഡ്, ഫൈനൽ വേർഡാണ്. അതിനപ്പുറത്ത് ഇനി ആരും പറയാനൊന്നുമില്ല. എന്നാൽ ആ ഫൈനൽ വേർഡിനെ പോലും യേശുവിനെ കൊണ്ട് അവൾ തിരുത്തി പറയിപ്പിച്ച അവളുടെ വിശ്വാസത്തിൻ്റെ മുന്നേറ്റമാണ് ശിഷ്യന്മാർ പഠിക്കേണ്ടത്. ഒരു പ്രതിബന്ധം വരുമ്പോൾ, ഒരു നിരാശ വരുമ്പോൾ, ഒരു ഡിസ്കറേജ്മെൻറ്റ് വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു തടസ്സം വരുമ്പോൾ മുന്നേറ്റമല്ല, എല്ലാം കൊട്ടിയടയ്ക്കപ്പെടുകയാണ്, എല്ലാത്തിനും തിരശ്ശീല വീഴുകയാണെന്ന് തോന്നുമ്പോഴും പിന്തിരിഞ്ഞു പോകുന്നവരല്ല വിശ്വാസത്തിൻ്റെ വാക്താക്കൾ. അതിനെ അതിജീവിച്ചുകൊണ്ട് അതിനെ കീറിമുറിച്ചുകൊണ്ട് കീറിപ്പോകുന്ന ശക്തരായിരിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് വിശ്വാസി എന്ന്. ആ വിശ്വാസത്തിൻ്റെ പാഠം വലുതാണ് ആ സ്ത്രീയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവളെ പിന്തിരിപ്പിക്കുവാൻ സാക്ഷാൽ യേശു കർത്താവിന് പോലും കഴിഞ്ഞില്ലെന്നുള്ളതാണ്. അപമാനിച്ചു, അവളെ കൊച്ചാക്കി തരം താഴ്ത്തി. പക്ഷേ അതിനൊരു റിവാർഡ് കർത്താവ് കൊടുത്താണ് വിട്ടത്. ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ അവളെ ഉപയോഗിച്ച് അവളൊരു വലിയ പാഠപുസ്തകമായി മാറിയെങ്കിൽ ആ പാഠപുസ്തകത്തിന് കർത്താവ് ഒരു വലിയ വിലയിട്ട് അവൾക്ക് കൊടുത്തു. അവളൊരു പാഠപുസ്തകമായി മാറി. അവളെ കർത്താവ് ഒരു പാഠപുസ്തകമായി ഉപയോഗിച്ചു. ഒരു വലിയ അറിവ് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. പക്ഷേ ആ പാഠപുസ്തകത്തിന് വിലയായി കർത്താവ് വലിയൊരു സമ്മാനമാണ് അവൾക്ക് കൊടുത്തത്, വലിയൊരു വിലയാണ് അവൾക്ക് കൊടുത്തത്. ഇതുവരെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആരോടും പറയാത്തൊരു വാക്ക് കർത്താവ് അവളോട് പറഞ്ഞു. ഭർത്തിമായോട് പറഞ്ഞ് നീ കാഴ്ച പ്രാപിക്കാൻ പറഞ്ഞു. യൗവനക്കാരായി എഴുന്നേറ്റ് വരിക എന്ന ഈ വിധവയുടെ മകനോട് പറഞ്ഞു. നിശുദ്ധമാകാൻ എന്ന് കുഷ്ഠരോഗിയോട് പറഞ്ഞു. ഒരു പർട്ടിക്കുലർ കാര്യം അവരോട് പറഞ്ഞ് അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ സ്ത്രീയോട് യേശു അതല്ല പറയുന്നത്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ത്രീയെ, നിൻ്റെ വിശ്വാസം അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നിനക്കിഷ്ടമുള്ളതുപോലെ, നിനക്കിഷ്ടമുള്ളതൊക്കെയും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതൊരു വലിയ റിവാർഡാണ് കർത്താവ് കൊടുത്തത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ ഈ പാഠം പഠിക്കണം. എന്ത് പാഠമാണ്? വിശ്വാസത്തിലിറങ്ങിയ നിങ്ങൾ എന്താണോ നിങ്ങൾ വിശ്വസിച്ചിറങ്ങിയത്, കർത്താവിൽ നിന്ന് കേട്ട വിശ്വാസത്തിൽ നിങ്ങൾ ഇറങ്ങിയത്, അതിനെതിരെ കൊടുങ്കാറ്റുകൾ അടിക്കാം, തിരമാലകൾ ഉയരാം, പർവ്വതങ്ങൾ ഇളകിപ്പോകാം, ആകാശവും ഭൂമിയും മാറിപ്പോകാം. എന്നാൽ എന്തു വന്നാലും ആ വിശ്വാസം നേടിയെടുക്കുന്നത് വരെ മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ നിങ്ങളാണ് വിശ്വാസി, നിങ്ങളാണ് ലോകത്തെ മാറ്റുന്നത്, നിങ്ങളാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നവർ, വിശ്വാസത്തിൻ്റെ കൊടുമുടി കയറുന്നവർ. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പാഠം നിരന്തരം പഠിക്കണം. ഈ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന്, കർത്താവ് തുറന്നു വച്ചിരിക്കുന്ന ഈ അധ്യായത്തിൽ നിന്ന് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ കയറുന്നവരെ
ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ കരുതി വെച്ചല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിശ്വാസത്തിൻ്റെ ആ കാര്യം കൈപ്പിടിയിൽ ഒതുക്കാതെ പിന്തിരിയരുത്. കർത്താവ് കൂടെയുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിജയങ്ങൾ ഉയരങ്ങളിൽ ഗഗൻതും തടസ്സങ്ങൾ വിശ്വാസം അത് ലോകത്തെ മാറ്റും. കാറ്റു വീശുമ്പോഴും ശാന്തം അവന്റെ കയ്യിൽ നാം സുരക്ഷിതർ. കണ്ണുനീർ വഴിച്ചിരി വിരിയും പ്രതീക്ഷയായി ഓരോ